നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ട്രാക്കുകളുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെങ്ങന്നൂർ ജില്ലാ സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഴിമതിരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വിജിലൻസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവീകരിച്ച ആലപ്പുഴ സബ് ജയിലിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയലാർ സ്മാർട്ട് കൃഷിഭവനായുള്ള ശിലാസ്ഥാപന ചടങ്ങ് നടത്തി. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അമ്പലപ്പുഴ MLA H. സലാമിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പെൻഷൻകാരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA H. സലാം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ട്രാക്കുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെങ്ങന്നൂർ ജില്ലാ സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ട്രാക്കുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് കായികം വഖഫ് വകുപ്പ് മന്ത്രി പി അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെങ്ങന്നൂരിൽ നിർമ്മിക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിന്റെ പൂർത്തീകരിച്ച 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആലപ്പുഴ ജില്ലാ സ്റ്റേഡിയം ചെങ്ങന്നൂർ നഗരസഭയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനമാണ് നമ്മളിത് നടത്തുന്നത്. വളരെ താമസിയാതെ തന്നെ 2ാം ഘട്ട പ്രവൃത്തികൾ പൂർത്തീകരിച്ചുകൊണ്ട് പൂർണ്ണമായി ഈ സ്റ്റേഡിയം കോംപ്ലക്സ് പൂർത്തീകരിച്ച് കായിക പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട 3 പദ്ധതിയിൽ കൂടി ഇന്ന് തുടങ്ങുകയാണ്. അതിൽ ഒന്ന്, ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ ചെറിയാൻ്റെ വകുപ്പിലുള്ള ചെങ്ങന്നൂർ ഫിഷ് പ്രോസസ്സിംഗ് സെൻറ്റർ, അത് 2016 കേരളത്തിലാകെ 2 സിന്തറ്റിക് ട്രാക്കുകളാണ് ഉണ്ടായിരുന്നത്. ഇന്നത് 26 ഉയർന്നു. 4 നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. രാജ്യത്താദ്യമായി കായിക നയം അവതരിപ്പിച്ച സർക്കാരാണ് കേരളത്തിലേതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ, നഗരസഭാ ചെയർമാൻ മനീഷ് കീഴാമടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N. സുധാമണി, വൈസ് പ്രസിഡന്റ് G. വിവേക്, ജില്ലാ പഞ്ചായത്ത് അംഗം G. കൃഷ്ണകുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ P. K. അനിൽകുമാർ, നഗരസഭാംഗം K. C. സുജാത, മുൻ MLA മാമൻ ഐപ്പ്, ഡയറക്ടർ ബോർഡ് അംഗം PI ഹാരിസ്, M. H. റഷീദ്, P. K. അനിൽകുമാർ, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അഴിമതിരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വിജിലൻസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ചുവെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. നവീകരിച്ച ആലപ്പുഴ സബ് ജയിലിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അഴിമതിരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വിജിലൻസ് വകുപ്പിനെ സർക്കാർ ആധുനികവൽക്കരിച്ചുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. നവീകരിച്ച ആലപ്പുഴ സബ് ജയിലിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയ ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സുതാര്യവും സത്യസന്ധവുമായ ഭരണനിർവഹണം ഉറപ്പാക്കുന്നതിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ വഹിച്ചുവരുന്ന പങ്ക് വളരെ വലുതാണ്. പുതിയ സൗകര്യങ്ങൾ വിജിലൻസിന്റെ പ്രവർത്തനങ്ങളിൽ ഏകോപനവും വേഗതയും സുതാര്യതയും ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജയിലുകൾ ഇന്ന് കേവലം ശിക്ഷാ കേന്ദ്രങ്ങളല്ല, മറിച്ച് തടവുകാരുടെ ചിന്തകളിലും ജീവിത രീതികളിലും ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ H. സലാം MLA അധ്യക്ഷത വഹിച്ചു. P. ചിത്തരഞ്ജൻ MLA മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ I. റംല ബീവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മഹേന്ദ്രൻ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, വാർഡംഗം AM നൌഫൽ, JDIG TR രാജീവ്, അഡീഷണൽ SP ജിൽസൺ മാത്യു, ജില്ലാ ജയിൽ സൂപ്രണ്ട് A. അംജിത്, അസോസിയേഷൻ ഭാരവാഹികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വയലാർ സ്മാർട്ട് കൃഷിഭവനായുള്ള ശിലാസ്ഥാപന ചടങ്ങ് നടത്തി.
സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. 1.43 കോടി രൂപ ചെലവിൽ വയലാർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന സ്മാർട്ട് കൃഷിഭവന്റെ ശിലാസ്ഥാപന കർമ്മം സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കർഷകർക്ക് സേവനങ്ങൾ അതിവേഗം ലഭിക്കുന്ന ഇടമായി കൃഷിഭവനുകൾ മാറണമെന്നും സേവനം സ്മാർട്ടായാൽ കൃഷിഭവനും സ്മാർട്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സംവിധാനവും സൗകര്യങ്ങളുമുള്ള മനോഹരമായ ഒരു കെട്ടിടവും എല്ലാം ഒരു വർഷത്തിനകം ഇവിടെ യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിനുള്ള പണം എത്ര വേണം നോക്കി 1,43,00,000 രൂപ വേണ്ടിവരുമെന്ന് പറഞ്ഞു. 1,43,00,000 രൂപയും അനുവദിച്ചും കഴിഞ്ഞു. പൈസയ്ക്ക് വന്നതില്ല, അതിനുവേണ്ടി കിടന്ന് കാണേണ്ട കാര്യമില്ല. പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് അവർക്ക് പൈസ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് വേറെ ഏതെങ്കിലും തടസ്സം ഉണ്ടാവുമെന്ന് കരുതുകയും വേണ്ട. ആ തരത്തിൽ ഇങ്ങനൊരു സംവിധാനം വരികയാണ്. സ്മാർട്ട് കൃഷിഭവനിൽ ബയോഫാർമസി, പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്, മണ്ണ് പരിശോധനാ ലാബ്, എക്കോ ഷോപ്പ്, ഹാൾ, ഓൺലൈൻ മീറ്റിംഗ് സൗകര്യം തുടങ്ങിയവയും ഉണ്ടാകും. ആധുനിക നിർമ്മാണ രീതികൾ ഉപയോഗിച്ച് മനോഹരവും സൗകര്യപ്രദവുമായ കെട്ടിടമാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ ബെന്നി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു വാവക്കാട്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MG നായർ, സ്ഥിരം സമിതി അധ്യക്ഷ ലീന രാധാകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ റിൻസി സെബാസ്റ്റ്യൻ, M അനന്തു, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ മായ N ഗോപാലകൃഷ്ണൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജീഷ്മി ഷാജി, കൃഷി ഓഫീസർ ബേസിൽ P മാർക്കോസ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. HSLM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. HSLM MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 2-ാം വാർഡ് വാടക്കൽ നാഷണൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി 10 ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മിച്ചത്. HSLM MLA വായനശാല നാടിന് സമർപ്പിച്ചു. എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് വയ്ക്കാറുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാ വർക്കിൻ്റെയും ഞാൻ പരിശോധിക്കാറുണ്ട്. 5 കൊല്ലവും പരിശോധിക്കും, എല്ലാ മാസവും പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മേലേക്കുള്ള ഭാഗം ഇവരിങ്ങനെ പറഞ്ഞു. ഞാനപ്പോൾ 4 പ്രാവശ്യം എടുത്തെടുത്ത് അവരോട് ചോദിച്ചു, ഈ പൈസ മതിയോ, പൈസ പോലെങ്കിൽ മേലേക്ക് ഇച്ചോട് ഭംഗിയായിട്ട് കെട്ടാൻ പൈസ തരാം. അല്ല സാർ, മതി സാർ, മതി സാർ. 4 പ്രാവശ്യം ഒരു മറുപടി പറഞ്ഞു ഒരു എഞ്ചിനീയർ. അത് വന്നിട്ടില്ല, അവർ സ്ഥലം മാറി പോയിന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടി ഒരു പക്കാ ബിൽഡിംഗ് ആയിട്ട് മേലേക്ക് കെട്ടണം. പിന്നീട് ഞാൻ 2ാമത് വരുന്നത് പിന്നെ റിവ്യൂ മീറ്റിംഗ് കൂടുന്ന സമയത്ത് പിന്നെ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഗ്രില്ലിട്ട് വെച്ചിരുന്നത്. അപ്പം ഞാൻ അടുത്ത മീറ്റിംഗ് ഞാൻ പിന്നെ ഇച്ചിരി വർത്തമാനം പറയാനായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് ബില്ല് അവർ ബില്ലാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് റിവൈസ് ചെയ്യാൻ പറ്റില്ല, പിന്നെ പുതിയ വർക്കായിട്ട് വയ്ക്കാൻ പറ്റും. ഞാനിത് ഓപ്പണായിട്ട് എന്താ പറയുന്നത് ചോദിച്ചാൽ, ഒരു കോമൺ സെൻസിൽ നമുക്ക് തന്നെ ആ പൈസ കൊണ്ട് ബാക്കി കൂടെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയൊരു കാര്യമാണ്. അത് നമ്മുടെ സാമാന്യമായൊരു സെൻസ് തോന്നുന്ന കാര്യം. അങ്ങനെ ചോദിച്ചിട്ടും പ്രസിഡന്റ് PU ശാന്താറാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മീറ്റിംഗ് ഹാൾ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ശശി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PR രതീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KF ലാൽജി, പഞ്ചായത്ത് അംഗങ്ങളായ P മഹേഷ്, അശ്വതി K വിജയൻ, രശ്മി ഷിബു, കഥാകത്ത് PJ ആന്റണി, ലൈബ്രറി കൗൺസിൽ താലൂക്ക് വൈസ് പ്രസിഡന്റ് KP കൃഷ്ണദാസ്, PP അനിൽകുമാർ, ഗാനരചയിതാവ് രമേശ് മേനോൻ, സുരേഷ് എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് AP സരിത, ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം ഗീതാ ബാബു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ MLA അനുമോദിച്ചു. ഗ്രന്ഥശാലയിലേക്ക് വിവിധ വ്യക്തികൾ സംഭാവനയായി നൽകിയ പുസ്തകങ്ങളും MLA ഏറ്റുവാങ്ങി. സംഘടനയുടെ സെക്രട്ടറി P മണിക്കുട്ടൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പെൻഷൻകാരുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA HSLM കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നടത്തി. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പെൻഷൻകാരുടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA HSLM കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം നടത്തി. ഇവിടെ നിങ്ങളെല്ലാം ഈ ആനുകൂല്യം കിട്ടിയവരാണ് നമ്മൾ വിചാരിക്കുന്നത്. 1803 അപേക്ഷയാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ വന്നിട്ടുള്ളത്. അതിൽ 1500 പേർക്ക് അത് പാസ്സാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ നൽകിയെന്നുള്ളതാണ് വളരെ ഭാഗമായി പറഞ്ഞത്.
അപ്പോൾ കേരളത്തിൽ വലിയ ജനസംഖ്യയാണ്, ഒരു 31 ലക്ഷത്തോളം വരുന്ന ആളുകൾ ഇതിന് അർഹതയുള്ളവരുണ്ട്. പുന്നപ്ര പറവൂർ EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അജിത ശശി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR രതീഷ് കുമാർ, അംഗങ്ങളായ N ശിവകുമാർ, നാരായണൻ, ജയപ്രസന്നൻ, CDS ചെയർപേഴ്സൺ AP സരിത, വൈസ് ചെയർപേഴ്സൺ സജിത സതീശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിജ്ഞാന കേരളം വിജ്ഞാന അമ്പലപ്പുഴ ക്യാമ്പയിന്റെ ഭാഗമായുള്ള തൊഴിൽ മേള ഈ മാസം 7-ന് നടക്കുമെന്ന് അമ്പലപ്പുഴ MLA സലാം പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജില്ലയിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് കേരള സർക്കാരിന്റെ തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി കേരള നോളജ് ഇക്കോണമി മിഷനും KDISCും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വിജ്ഞാന കേരളം വിജ്ഞാന അമ്പലപ്പുഴ എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് അമ്പലപ്പുഴ MLA സലാം ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിജ്ഞാന അമ്പലപ്പുഴ എന്ന പേരിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി നോളജ് എക്കണോമി മിഷനും KDISCും സംയുക്തമായി മണ്ഡലത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഈ മാസം 7-ാം തീയതി മാർച്ച് 7-ന് ഒരു മെഗാ തൊഴിൽ മേള സംഘടിപ്പിക്കുകയാണ്. പുന്നപ്ര കാർമൽ പോളിടെക്നിക് കോളേജിലാണ് മേള സംഘടിപ്പിക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത്. രാവിലെ 10 മണി മുതൽ 4 മണി വരെയാണ്. നമ്മൾ കേവലമായി മേളയുടെ ഭാഗമായി തൊഴിൽ നൽകൽ മാത്രമല്ല, തൊഴിൽമേളയിൽ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കുള്ളൊരു നല്ല എക്സ്പീരിയൻസ് കൊടുക്കാനാവുക, അവിടെയുള്ള കമ്പനികളിലൂടെ സാധ്യമാകും തൊഴിൽ നൽകുക, അതോടൊപ്പം ഉദ്യോഗാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ഷോർട്ട് ടൈം കോഴ്സായി സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ ഇതിൻ്റെ തുടർച്ചയായി സംഘടിപ്പിക്കാൻ പറ്റുക എന്ന നിലയിലാണ്. ഈ മാസം 7-ന് നടക്കുന്ന തൊഴിൽ മേളയിൽ SSLC, +2, ITI, ഡിപ്ലോമ, ബിരുദം, ബിരുദാനന്തര ബിരുദം യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാമെന്നും തൊഴിൽ മേളകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 903048 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും സലാം MLA പറഞ്ഞു. വിജ്ഞാന കേരളം വിജ്ഞാന അമ്പലപ്പുഴ ജില്ലാ മിഷൻ കോർഡിനേറ്റർ CK ഷിബുവും അമ്പലപ്പുഴ MLA സലാമിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ട്രാക്കുകളുള്ള സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ചെങ്ങന്നൂർ ജില്ലാ സ്റ്റേഡിയത്തിന്റെ 1-ാം ഘട്ട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അഴിമതിരഹിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറാൻ വിജിലൻസ് വകുപ്പിനെ ആധുനികവൽക്കരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നവീകരിച്ച ആലപ്പുഴ സബ് ജയിലിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയലാർ സ്മാർട്ട് കൃഷിഭവനായുള്ള ശിലാസ്ഥാപന ചടങ്ങ് നടത്തി. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. അമ്പലപ്പുഴ MLA സലാമിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി നിർമ്മാണം പൂർത്തീകരിച്ച നാഷണൽ റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ഉദ്ഘാടനം നടത്തി. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി പെൻഷൻകാരുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA സലാം കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.